അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിചാരിക്കണു. എല്ലാവർക്കും ഈദൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നോമ്പ് തുറക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഉമ്മച്ചി ഇതാ മാംഗോ ജ്യൂസൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നത് പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കണ തിരക്കിലായിരുന്നു അമ്മ. അങ്ങനെ നോമ്പൊക്കെ തുറക്കാൻ ടൈമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് നോമ്പൊക്കെ തുറന്ന് പത്തിരിയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് അങ്ങനെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ മെഹന്തി ഇടാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നെയിലിൽ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നു. അനിയത്തിക്ക് ജസ്റ്റ് മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഏതൊക്കെ മെഹന്തി ഇടണ്ടെന്നൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന അവസാനം ഈ ഒരു മെഹന്തിയാണ് ഞങ്ങൾ സെലക്ട് ആക്കിയത്. അങ്ങനെ ഇതാ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കണ തിരക്കിലായിരുന്നു. പിന്നെ ഈദ് എന്ന് പറഞ്ഞ മെഹന്തിയാണല്ലോ മെയിനായിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഈ ഇതിന് മെഹന്തി ഇടാൻ കഴിഞ്ഞില്ല കേട്ടോ. ഒരാഴ്ച മുന്നേ ഇന്ന് 7th month സെറമണി. അപ്പോൾ കയ്യിൽ നിറച്ച് മെഹന്തി ആയിരുന്നു. അപ്പോൾ പിന്നെ ഈ ഇതിന് ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ നല്ല സങ്കടം ഉണ്ട് കേട്ടോ. ഞാനെല്ലാം ഇതിന് മെഹന്തി ഇടുന്ന ആൾ. അങ്ങനെ ഇതാ മെഹന്തിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഗ്രൂപ്പ് കോളൊക്കെ ഉണ്ടായി. അങ്ങനെ ഓരോരുത്തൊക്കെ കുറേ സമയം സംസാരിച്ചിട്ട് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ സംസാരിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെഹന്തി ഇടലൊക്കെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ പോയപ്പോഴാട്ടോ ഇമ്മ അവിടെ ചിക്കനും പിറ്റേ ദിവസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ സാധനമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ശർക്കര മൈലാഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ട് കിടക്കാനായപ്പോഴേക്കിനും ടൈം കുറേ ലേറ്റായി ഉണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഈദ് മുബാറക്ക് അയക്കാനും കുറേ ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതുമ്മയൊക്കെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഞങ്ങൾ മെയിനായിട്ടുള്ള പരിപാടിയാണല്ലോ മെഹന്തി ഇട്ടത് നോക്കുക പിറ്റേ ദിവസം. അങ്ങനെ കസിൻസ് എല്ലാവരും പാടെ മെഹന്തിയൊക്കെ ഇട്ടത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ പുട്ടും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. ഈദ് ഡേയ്സിലൊക്കെ അമ്മച്ചി അധികവും പുട്ടും ചിക്കൻ കറിയിട്ട് ഉണ്ടാക്കാറ്. അങ്ങനെ ഞാൻ എന്നും മോർണിംഗ് ആയ വാട്ടർ ബോട്ടിൽ ഫില്ലാക്കി വെക്കും. എന്നാൽ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മോർണിംഗിന് അതൊക്കെ ചെയ്തു. അപ്പോഴേക്കിനും ഇപ്പച്ചിയും ഐസിയൊക്കെ പള്ളിക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്രാവശ്യം കന്തൂറൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായി ഉണ്ടായിരുന്നു കാണാൻ.
അങ്ങനെ ദമ്മിച്ചിരി പരിപാടികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ആയി, സാലഡിനുള്ള സവാളയൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ 3 പീസ് സെറ്റ് ചെയ്യുന്ന കേട്ടോ. അതും പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ടൈമൊക്കെ ഡ്രസ്സ് മാറ്റി നിന്നു. അതിന് ശേഷം മാക്സിന് ഇട്ടിട്ടു. എനിക്കിപ്പോൾ ഇങ്ങനെ വയറൊക്കെ വെച്ച് മറ്റേത് ഇടാനും കംഫർട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ മാക്സിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഓരൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും ഡ്രസ്സൊക്കെ അയൺ ചെയ്തൊക്കെ വിചാരിച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ നിന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വേഗം പോയി ഫ്രഷപ്പ് ആവാൻ നിന്നിട്ടോ. അവർ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കിനും ഒക്കെ ചെയ്ത് റെഡിയായി നിൽക്കണമല്ലോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാണ്ടായിന്ന്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ജസ്റ്റ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഇമ്മ അവിടെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഐബൂൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ കളിച്ചിരുന്ന്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ മാഷാ അല്ലാഹ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചൊക്കെ റാത്തായിട്ടോ. പിന്നെ ഇന്നും ഉമ്മാൻ്റെ സ്പെഷ്യൽ പായസം കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഉമ്മ എല്ലാവർക്കും വേണ്ടിയിട്ട് അതൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും പായസമൊക്കെ കൊടുത്ത് എല്ലാവരും പായസമൊക്കെ കുടിച്ച് ഇതായി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടിട്ട് നല്ല രസമായിരുന്നു. എളാപ്പാൻ്റെ വീട്ടിലത്തവരും കസിൻസും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ് ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഇത് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.